വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം. ഇക്കാര്യങ്ങൾക്ക് ശേഷമാണ് പേർഷ്യ രാജാവ് അർത്തഷഷ്തായുടെ രാജ്യത്ത് നിന്ന് എസ്രാ കയറിപ്പോന്നത്. അവന്റെ പൂർവികർ സെറായ, അസ്രയ, ഹിൽക്കിയ, ഷല്ലൂം, സാദോക്ക്, അഹിത്തൂബ്, അമരിയ, അസറിയ, മെറായോത്ത്, സെറഹിയ, ഉസി, ബുക്കി, അബിഷുവ, ഫിനെഹാസ്, എലയാസർ, പ്രധാന പുരോഹിതനായ അഹറോൻ എന്നിവരായിരുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നൽകിയ മോശയുടെ നിയമത്തിൽ അവഗാഹമുള്ള ഗുമസ്തനായിരുന്ന ഈ എസ്രായാണ് ബാബിലോണിൽ നിന്ന് കയറിപ്പോന്നത്. തന്റെ ദൈവമായ കർത്താവിന്റെ കരം അവന്റെ മേൽ ഉണ്ടായിരുന്നതിനാൽ അവന്റെ ആവശ്യമെല്ലാം രാജാവ് അവന് സാധിച്ചു കൊടുത്തു. അർത്താക്സർസസ് രാജാവിന്റെ 7-ാം വർഷം ഇസ്രായേലിയരിൽ കുറെ പേരും, പുരോഹിതർ, ലേവായർ, ഗായകർ, വാതിൽ കാവൽക്കാർ, ശുശ്രൂഷകർ എന്നിവരിൽ നിന്ന് കുറെ പേരും ജെറുസലേമിലേക്ക് കയറിപ്പോയി. രാജാവിന്റെ ആ 7-ാം വർഷത്തിലെ 5-ാം മാസമാണ് അവൻ ജെറുസലേമിൽ എത്തിയത്. ആദ്യ മാസം 1-ാം തീയതിയായിരുന്നു ബാബിലോണിൽ നിന്നുള്ള മടക്കത്തിന്റെ തുടക്കം. ദൈവത്തിന്റെ ശ്രേഷ്ഠകരം അവന്റെ മേലുണ്ടായിരുന്നതിനാൽ 5-ാം മാസം 1-ാം തീയതി അവൻ ജെറുസലേമിലെത്തി. കർത്താവിന്റെ നിയമം വിശകലനം ചെയ്യാനും നിവർത്തിക്കാനും അവിടുത്തെ ചട്ടവും ന്യായപ്രമാണവും ഇസ്രായേലിൽ പഠിപ്പിക്കാനും അവൻ മനസ്സിരുത്തി. അർത്താക്സർസസ് രാജാവ് ഇസ്രായേലിന്റെ മേലുള്ള കർത്തൃകൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും വചനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗുമസ്തനായ പുരോഹിതൻ എസ്രായ്ക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് ഇതാണ്. രാജരാജനായ അർത്താക്സർസസ്, സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയമം കൈകാര്യം ചെയ്യുന്ന പുരോഹിതൻ എസ്രായ്ക്ക് സമ്പൂർണ്ണ സമാധാനം. ഇപ്പോഴിതാ എൻ്റെ രാജ്യത്തിലെ ഇസ്രായേൽ ജനത്തിലും പുരോഹിതന്മാരിലും ലേവായരിലും നിന്ന് ജെറുസലേമിലേക്ക് പോകാൻ സന്നദ്ധനാകുന്ന ആരും നിന്നോടുകൂടെ പോന്നുകൊള്ളട്ടെ എന്ന് ഞാൻ വിളംബരം ചെയ്യുന്നു. നിന്റെ കയ്യിലുള്ള ദൈവനിയമത്താൽ യൂദായെയും ജെറുസലേമിനെയും കുറിച്ച് അന്വേഷിക്കാൻ രാജാവിൻ്റെയും 7 ഉപദേശകരുടെയും സവിധത്തിൽ നിന്ന് നീ അയക്കപ്പെട്ടിരിക്കുന്നു. അത് ജെറുസലേമിൽ തൻ്റെ ശ്രീകോവിലിലുള്ള ഇസ്രായേലിന്റെ ദൈവത്തിന് രാജാവും ഉപദേശകരും സ്വാഭീഷ്ടമായി അർപ്പിക്കുന്ന സ്വർണവും വെള്ളിയും, ബാബിലോൺ പ്രവിശ്യ മുഴുവനിലും നീ കണ്ടെത്തുന്ന മുഴുവൻ സ്വർണവും വെള്ളിയും, ജെറുസലേമിലെ തങ്ങളുടെ ദേവാലയത്തിന് വേണ്ടി കാഴ്ചയർപ്പിക്കുന്ന ജനത്തിൻ്റെയും പുരോഹിതന്മാരുടെയും സ്വാഭീഷ്ട കാഴ്ചകളും കൊണ്ടുപോകാനാണ്. അപ്രകാരം ഈ പണം കൊണ്ട് കാളകൾ, മുട്ടാടുകൾ, ചെമ്മരിയാടുകൾ എന്നിവയും അവയുടെ ധാന്യയാഗങ്ങൾക്കും പാനീയയാഗങ്ങൾക്കും വേണ്ടവയും നീ വാങ്ങണം. ജെറുസലേമിൽ നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ ബലിപീഠത്തിൽ അവ അർപ്പിക്കുകയും വേണം. ശേഷിക്കുന്ന സ്വർണവും വെള്ളിയും കൊണ്ട് നിറവേറ്റണമെന്ന് നിനക്കും സഹോദരന്മാർക്കും ഉചിതമായി തോന്നുന്നത് നിങ്ങളുടെ ദൈവത്തിന്റെ പ്രീതിക്കൊത്ത വിധം നിങ്ങൾക്ക് ചെയ്യാം. നിന്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ ശുശ്രൂഷയ്ക്കായി നിനക്ക് നൽകപ്പെടുന്ന പാത്രങ്ങൾ ജെറുസലേമിന്റെ ദൈവസമക്ഷം ഏൽപ്പിക്കുക. കൂടാതെ നീ കൊടുത്തു നിറവേറ്റാൻ കടപ്പെട്ടിരിക്കുന്ന നിന്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ ശേഷിക്കുന്ന ആവശ്യം രാജാവിന്റെ ഭണ്ഡാരപ്പുരയിൽ നിന്ന് നിറവേറ്റപ്പെടും. അർത്താക്സർസസ് രാജാവായ എന്നിൽ നിന്ന് നദിക്കക്കരെയുള്ള ഭണ്ഡാര വിചാരകർക്കെല്ലാമായും ഒരു വിളംബരം പുറപ്പെടുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയമം കൈകാര്യം ചെയ്യുന്ന പുരോഹിതൻ എസ്ര നിങ്ങളോട് ആവശ്യപ്പെടുന്നതെന്തും വേണ്ടവിധം ചെയ്തു കൊടുക്കപ്പെടട്ടെ. 100 താലന്ത് വെള്ളി വരെയും 100 കോർ ഗോതമ്പ് വരെയും 100 ബത്ത് വീഞ്ഞു വരെയും 100 ബത്ത് എണ്ണ വരെയും പരിധി നിർണയമില്ലാതെ ഉപ്പും. സ്വർഗത്തിലെ ദൈവം അനുശാസിക്കുന്നതെന്തും കൃത്യതയോടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി നിറവേറ്റപ്പെടണം. എന്തെന്നാൽ എന്തിന് രാജാവിൻ്റെയും പുത്രന്മാരുടെയും രാജ്യത്തിന്മേൽ ക്രോധമുണ്ടാകണം? പുരോഹിതന്മാർ, ലേവായർ, ഗായകർ, വാതിൽ കാവൽക്കാർ, ദത്തു ശുശ്രൂഷകർ, ആ ദേവാലയത്തിന്റെ ജോലിക്കാർ എന്നിവരുടെ എല്ലാം മേൽ കപ്പം, നികുതി, ചുങ്കം എന്നിവ ചുമത്താൻ നിങ്ങൾക്ക് അധികാരമില്ലെന്ന് ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. എസ്ര, നീ വശമാക്കിയിട്ടുള്ള ദൈവജ്ഞാനമനുസരിച്ച് ന്യായാധിപന്മാരെയും
വിധിയാളന്മാരെയും നിയമിക്കുക. അവർ നദിക്കക്കരെയുള്ള ജനത്തിനു മുഴുവനും നിന്റെ ദൈവത്തിൻ്റെ നിയമങ്ങൾ അറിയുന്ന എല്ലാവർക്കും വിധികർത്താക്കളായിരിക്കട്ടെ. അറിവില്ലാത്തവനെ നിങ്ങൾ പഠിപ്പിക്കണം. നിന്റെ ദൈവത്തിൻ്റെ നിയമമോ രാജാവിൻ്റെ നിയമമോ നിവർത്തിക്കാത്ത ആർക്കും ഉചിതമായ വിധി നടപ്പാകട്ടെ. അത് മരണത്തിനായാലും നാടുകടത്തലിനായാലും വസ്തുവകകൾ കണ്ടുകെട്ടലിനോ തടങ്കലിനോ ആയാലും. ജെറുസലേമിലുള്ള കർത്താവിൻ്റെ ആലയം മനോഹരമാക്കാൻ രാജാവിൽ ഇതുപോലെ ചിന്തയുണർത്തിയ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. രാജാവിൻ്റെയും അവൻ്റെ ഉപദേഷ്ടാക്കളുടെയും രാജാവിൻ്റെ ശക്തരായ എല്ലാ പ്രഭുക്കന്മാരുടെയും മുമ്പിൽ അവിടുന്ന് എൻ്റെ മേൽ കരുണ ചൊരിഞ്ഞു. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ടായിരുന്നതിനാൽ ഞാൻ ആത്മധൈര്യമുള്ളവനായി. എന്നോടൊപ്പം പോരുന്നതിന് ഇസ്രായേലിൽ നിന്ന് തലവന്മാരെ ഒരുമിച്ച് കൂട്ടി. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം. അർത്താക്സെർസസ് രാജാവിൻ്റെ ഭരണത്തിൽ ബാബിലോണിൽ നിന്ന് എന്നോടൊപ്പം കയറിപ്പോന്ന പിതൃതലവന്മാർ ഇവരാണ്. അവരുടെ പേര് വിവര പട്ടിക: ഫിനെഹാസ്യരിൽ നിന്ന് ഗർഷോം, ഇത്താമാര്യരിൽ നിന്ന് ദാനിയേൽ, ദാവീദ്യരിൽ നിന്ന് ഹത്തൂഷ്, ഷെക്കാനിയായരിൽ നിന്ന് ചിലർ, പരോഷ്യരിൽ നിന്ന് സക്കറിയായും അവനോടൊപ്പം പട്ടിക ചേർക്കപ്പെട്ട 150 പുരുഷന്മാരും, പഹാത് മൊവാബിരിൽ നിന്ന് സെറാഹിയായുടെ മകൻ എലിയേഹോയനായും ഒപ്പം 200 പുരുഷന്മാരും, ഷെക്കാനിയായരിൽ നിന്ന് ബെൻ യഹിസിയേലും ഒപ്പം 300 പുരുഷന്മാരും, ആദീന്യരിൽ നിന്ന് ജോനാഥന്റെ മകൻ ഏബദും ഒപ്പം 50 പുരുഷന്മാരും, ഏലാമ്യരിൽ നിന്ന് അത്താലിയായുടെ മകൻ യഷായായും ഒപ്പം 70 പുരുഷന്മാരും, ഷഫാത്തിയായരിൽ നിന്ന് മിഖായേലിന്റെ മകൻ സെബാദിയായും ഒപ്പം 80 പുരുഷന്മാരും, യോവാബ്യരിൽ നിന്ന് യഹിയേലിന്റെ മകൻ ഒബാദിയായും ഒപ്പം 218 പുരുഷന്മാരും, ഷെലോമീത്യരിൽ നിന്ന് ബെൻ യോസിഫിയായും ഒപ്പം 160 പുരുഷന്മാരും, ബേബാര്യരിൽ നിന്ന് ബേബായിയുടെ മകൻ സഖറിയായും ഒപ്പം 28 പുരുഷന്മാരും, അസ്ഗാദിരിൽ നിന്ന് ഹക്കാത്താനിന്റെ മകൻ യോഹന്നാനും ഒപ്പം 110 പുരുഷന്മാരും, അദോനിക്കാമരിൽ നിന്ന് എലീഫലേത്ത്, യെയിയേൽ, ഷെമായ എന്നീ പേരുള്ള പിന്മുറക്കാരും ഒപ്പം 60 പുരുഷന്മാരും, ബിഗ്വയരിൽ നിന്ന് ഉത്തായിയും സക്കൂറും ഒപ്പം 70 പുരുഷന്മാരും. അഹാവയിലേക്ക് പോകുന്ന നദിയിങ്കൽ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടി. അവിടെ ഞങ്ങൾ 3 ദിവസം പാളയമടിച്ചു. ജനത്തിൻ്റെയും പുരോഹിതന്മാരുടെയും ഇടയിൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ലേവ്യരിൽ നിന്ന് ആരെയും അവിടെ ഞാൻ കണ്ടെത്തിയില്ല. അപ്പോൾ ഞാൻ തലവന്മാരായ എലിയേസർ, അരിയേൽ, ഷമായ, എൽനാഥാൻ, യാരിബ്, എൽനാഥാൻ, നാഥാൻ, സക്കറിയ, മെഷുലാം എന്നിവർക്കും അന്വേഷകരായ യോയാറിബ്, എൽനാഥാൻ എന്നിവർക്കും ആളയച്ചു. ഞാൻ അവരെ കാസിഫിയ എന്ന സ്ഥലത്തെ തലവനായ ഇദ്ദോയുടെ അടുക്കലേക്ക് പറഞ്ഞുവിട്ടു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി പരികർമ്മികളെ ഞങ്ങൾക്കായി കൊണ്ടുവരാൻ കാസിഫിയ എന്ന സ്ഥലത്തെ ദത്ത് ശുശ്രൂഷകരായ ഇദ്ദോയോടും സഹോദരന്മാരോടും സംസാരിക്കാനായി ഞാൻ അവരുടെ അധരത്തിൽ വാക്കുകൾ നിക്ഷേപിച്ചിരുന്നു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരം ഞങ്ങളുടെ മേൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇസ്രായേലിനും ലേവിനുമായ മഹ്ലിയുടെ മക്കളിൽ നിന്ന് വിവേകിയായ ഷറബിയ എന്നയാളെ ഞങ്ങൾക്കായി അവർ കൊണ്ടുവന്നു. കൂടാതെ അവൻ്റെ പുത്രന്മാരും സഹോദരങ്ങളുമായി 18 പേരെയും, ഒപ്പം ഹസാബിയായെയും അവനോടൊപ്പം മെറാര്യരിൽ നിന്ന് യഷായയെയും അവൻ്റെ സഹോദരങ്ങളും പുത്രന്മാരുമായി 20 പേരെയും. ദാവീദും പ്രഭുക്കന്മാരും ലേവായരുടെ ശുശ്രൂഷയ്ക്കായി നൽകിയിരുന്ന ദത്ത് ശുശ്രൂഷകരിൽപ്പെട്ട അവരെല്ലാവരും, അതായത് 220 ദത്ത് ശുശ്രൂഷകർ പേര് സഹിതം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവസമക്ഷം ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ വസ്തുവകകൾക്കും സുഗമമായ യാത്ര അവിടുത്തോട് യാചിക്കുന്നതിനുമായി അവിടെ അഹാവ നദിയെങ്കൽ ഞാൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. എന്തെന്നാൽ യാത്രയിൽ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നതിന് സൈന്യത്തെയും കുതിരപ്പടയാളികളെയും രാജാവിൽ നിന്ന് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു. കാരണം നല്ലതിനായി അവിടുത്തെ അന്വേഷിക്കുന്ന എല്ലാവരുടെയും മേൽ ഞങ്ങളുടെ ദൈവത്തിൻ്റെ കരം ഉണ്ടാകുമെന്നും ദൈവത്തെ ഉപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുത്തെ ക്രോധവും ശക്തിയും ഉണ്ടാകുമെന്നും ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾ ഉപവസിച്ച്
ഇതിനു വേണ്ടി ഞങ്ങളുടെ ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങൾക്ക് അപേക്ഷ അനുവദിക്കുകയും ചെയ്തു. പുരോഹിത പ്രമുഖരിൽ നിന്ന് 12 പേരെ, ഷെറബിയായെയും ഹഷബിയായെയും അവരോടൊപ്പം അവരുടെ സഹോദരങ്ങളിൽ നിന്ന് 10 പേരെയും ഞാൻ വേർതിരിച്ചു. രാജാവും ഉപദേശകരും പ്രഭുക്കന്മാരും അവിടെ സന്നിഹിതരായ ഇസ്രായേൽ മുഴുവനും സംഭാവന ചെയ്ത ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയ കാണിക്കയായ സ്വർണവും വെള്ളിയും പാത്രങ്ങളും ഞാൻ അവരെ തൂക്കിയേൽപ്പിച്ചു. അവരുടെ കയ്യിൽ ഞാൻ തൂക്കിയേൽപ്പിച്ചത് 650 താലന്ത് വെള്ളി, 100 താലന്ത് വരുന്ന വെള്ളിപ്പാത്രങ്ങൾ, 100 താലന്ത് സ്വർണം എന്നിവയും 1000 അതർക്കോൻ വരുന്ന 20 സ്വർണപാത്രങ്ങൾ, സ്വർണം പോലെ അമൂല്യവും നന്നായി തിളങ്ങുന്നതുമായ പിച്ചളയുടെ 2 പാത്രങ്ങൾ എന്നിവയുമാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിന് വിശുദ്ധരാണ്, ഈ പാത്രങ്ങളും വിശുദ്ധമാണ്. സ്വർണവും വെള്ളിയും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് സ്വാഭീഷ്ട കാഴ്ചയാണ്. ജെറുസലേമിൽ കർത്താവിൻ്റെ ആലയത്തിലെ അറകളിൽ വച്ച് പുരോഹിത പ്രമുഖന്മാരുടെയും ലേവായരുടെയും ഇസ്രായേലിൻ്റെ പിതൃപ്രമുഖന്മാരുടെയും മുമ്പാകെ നിങ്ങൾ തൂക്കിയേൽപ്പിക്കുന്നതുവരെ ജാഗ്രത പുലർത്തി കാത്തു സൂക്ഷിക്കുവിൻ. അങ്ങനെ പുരോഹിതന്മാരും ലേവായരും ജെറുസലേമിലെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വെള്ളിയും സ്വർണവും പാത്രങ്ങളും തൂക്കപ്രകാരം ഏറ്റുവാങ്ങി. അഹാവ നദിയിങ്കൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുവാനായി ആദ്യമാസം 12 ഞങ്ങൾ പാളയം നീക്കി. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേലുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളെ ശത്രുവിൻ്റെ പിടിയിൽ നിന്നും വഴിയോരത്തുള്ള ഒളിപ്പോർ സംഘത്തിൽ നിന്നും മോചിപ്പിച്ചു. ജെറുസലേമിലെത്തി ഞങ്ങൾ അവിടെ 3 ദിവസം താമസിച്ചു. 4-ാം ദിവസം ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വച്ച് ഊറിയായുടെ മകനും പുരോഹിതനുമായ മെരേമോത്തിന്റെ കൈവശം വെള്ളിയും സ്വർണവും പാത്രങ്ങളും തൂക്കിയേൽപ്പിക്കപ്പെട്ടു. അവനോടൊപ്പം ഫിനെഹാസിന്റെ മകൻ എലയാസറും ഉണ്ടായിരുന്നു. അവരോടൊപ്പം ലേവായരായ യശുവായുടെ മകൻ യോസാബാദും ബിന്നൂയിയുടെ മകൻ നൊവാദിയായും. എല്ലാറ്റിനും എണ്ണവും തൂക്കവും ഉണ്ടായിരുന്നു. എല്ലാ തൂക്കവും ആ സമയം തന്നെ രേഖപ്പെടുത്തപ്പെട്ടു. വിപ്രവാസത്തിൽ നിന്ന് വന്ന പ്രവാസിഗണത്തിന്റെ മക്കൾ ഇസ്രായേൽ മുഴുവനും വേണ്ടി 12 കാളകൾ, 96 മുട്ടാടുകൾ, 77 ആൺചെമ്മരിയാടുകൾ, 12 പാപപരിഹാര മുട്ടാടുകൾ എന്നിവ ഇസ്രായേലിന്റെ ദൈവത്തിന് ഹോമയാഗങ്ങളായി അർപ്പിച്ചു. എല്ലാം കർത്താവിനുള്ള ഹോമയാഗമായിരുന്നു. അവർ രാജഭരണാധികാരികൾക്കും നദിക്കക്കരെയുള്ള അധിപതികൾക്കും രാജകൽപ്പനകൾ നൽകി. അവർ ജനത്തെയും ദേവാലയത്തെയും പിന്തുണച്ചു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം. കർത്താവിന്റെ അരുളപ്പാട്. ഇസ്രായേലെ, നീ തിരിച്ചു വന്നിരുന്നെങ്കിൽ, എൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ, എൻ്റെ മുമ്പിൽ നിന്ന് നീ നിന്റെ മ്ലേച്ഛതകൾ നീക്കി കളഞ്ഞിരുന്നെങ്കിൽ, നീ വ്യതിചലിക്കാതിരുന്നെങ്കിൽ, അപ്പോൾ ജീവിക്കുന്ന കർത്താവാണേ എന്ന് സത്യത്തിലും ന്യായത്തിലും നീതിയിലും നീ ശപഥം ചെയ്യും. ജനതകൾ അവിടുത്തെ കൊണ്ട് തങ്ങളെ തന്നെ അനുഗ്രഹിക്കുകയും അവിടുന്നിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. എന്തെന്നാൽ യൂദായിലെയും ജെറുസലേമിലെയും ആളുകളോട് കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: നിങ്ങൾക്കായി തരിശുഭൂമി ഉഴുതുമറിക്കുവിൻ, മുള്ളുകളിൽ വിതയ്ക്കരുത്. യൂദാക്കാരെ, ജെറുസലേം നിവാസികളെ, കർത്താവിനായി നിങ്ങളുടെ ഹൃദയം പരിച്ഛേദനം ചെയ്യുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം അഗ്നി പോലെ എൻ്റെ ക്രോധം എന്നിൽ നിന്ന് പുറപ്പെട്ട് ജ്വലിക്കും. അത് ശമിപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല. യൂദായിൽ പ്രഘോഷിക്കുവിൻ, ജെറുസലേമിൽ വിളംബരം ചെയ്തു പറയുവിൻ. ദേശത്ത് കാഹളമൂതുവിൻ, കോട്ട നഗരങ്ങളിലേക്ക് നമുക്ക് പോകാം എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ഒരുമിച്ച് കൂട്ടുവിൻ. സിയോനു നേരെ ഒരു കൊടിയടയാളം ഉയർത്തുവിൻ. സുരക്ഷ തേടുവിൻ, മടിച്ചു നിൽക്കരുത്. കാരണം വടക്കുനിന്ന് ഞാൻ അനർത്ഥം കൊണ്ടുവരുന്നു, വലിയ ഒരു നാശം. തൻ്റെ വനത്തിൽ നിന്ന് സിംഹം പുറത്തിറങ്ങിയിരിക്കുന്നു. നിന്റെ നാട് ശൂന്യമാക്കാൻ ജനതകളുടെ സംഹാരകൻ സ്വസ്ഥാനത്തു നിന്ന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ നഗരങ്ങൾ ഒരു നിവാസിയുമില്ലാതെ നശിക്കും. അതിനാൽ ചാക്കൊടുക്കുവിൻ, വിലപിക്കുകയും മുറവിളി കൂട്ടുകയും ചെയ്യുവിൻ. എന്തെന്നാൽ കർത്താവിൻ്റെ ഉഗ്രകോപം നമ്മിൽ നിന്ന് അകന്നിട്ടില്ല. ആ ദിവസം രാജാവിൻ്റെ മനസ്സ് ഇടിയും, പ്രഭുക്കന്മാരുടെ മനസ്സ്. കർത്താവിൻ്റെ അരുളപ്പാട്. പുരോഹിതന്മാർ നടുങ്ങി വിറയ്ക്കും, പ്രവാചകന്മാർ സ്തബ്ധരാകും. അപ്പോൾ ഞാൻ പറഞ്ഞു: ഹാ,
നാഥനായ കർത്താവേ, നിങ്ങൾക്ക് സമാധാനമുണ്ടാകും എന്ന് പറഞ്ഞ് തീർച്ചയായും ഈ ജനത്തെയും ജെറുസലേമിനെയും അങ്ങ് ഏറെ വഞ്ചിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ വാൾ കഴുത്തുവരെ എത്തിയിരിക്കുന്നു. അക്കാലത്ത് ഈ ജനത്തോടും ജെറുസലേമിനോടും പറയപ്പെടും, മരുഭൂമിയിലെ ഉയർന്നിടങ്ങളിലെ ഉഷ്ണക്കാറ്റ് എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ വഴിയിൽ ഉണ്ടാകും. പാറ്റാനല്ല, ശുദ്ധീകരിക്കാനുമല്ല, ആ ഇടങ്ങളിൽ നിന്ന് എനിക്ക് വേണ്ടി ശക്തമായ ഒരു കാറ്റ് വരും. ഇപ്പോൾ അവർക്കെതിരെയുള്ള വിധിന്യായങ്ങൾ ഞാൻ തന്നെ ഉച്ചരിക്കും. ഇതാ, അവൻ മേഘങ്ങൾ പോലെ കയറി വരുന്നു. അവൻ്റെ രഥങ്ങൾ കൊടുങ്കാറ്റ് പോലെ, അവൻ്റെ കുതിരകൾ കഴുകന്മാരെക്കാൾ വേഗതയുള്ളത്. നമുക്ക് കഷ്ടം, നമ്മൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നല്ലോ. ജെറുസലേമേ, നീ രക്ഷപ്പെടേണ്ടതിന് തിന്മയിൽ നിന്ന് നിന്റെ ഹൃദയം കഴുകുക. എത്ര നാൾ നീ നിന്റെ മധ്യേ ദുഷ്ടചിന്തകൾ നിലനിർത്തും? ദാനിൽ നിന്ന് പ്രഘോഷിക്കുന്ന ഒരു ശബ്ദം, എഫ്രായിം മലയിൽ നിന്ന് അത് അനർത്ഥം അറിയിക്കുന്നു. ജനതകളെ ഓർമ്മപ്പെടുത്തുവിൻ, ഇതാ ജെറുസലേമിനെതിരെ ആർത്തു വിളിക്കുവിൻ. വിദൂരദേശത്തു നിന്ന് ഉപരോധകർ വരുന്നു. യൂദായുടെ നഗരങ്ങൾക്കെതിരെ അവർ തങ്ങളുടെ ശബ്ദമുയർത്തും. വയലിൻ്റെ കാവൽക്കാരെ പോലെ അവർ അവൾക്ക് ചുറ്റുമായിരിക്കും. കാരണം അവൾ എന്നെ ധിക്കരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അരുളപ്പാട്. നിന്റെ വഴിയും നിന്റെ പ്രവൃത്തികളും ഇവ നിന്നോട് ചെയ്തിരിക്കുന്നു. ഇത് നിന്റെ ദോഷം, തികച്ചും തിക്തം. എന്തെന്നാൽ ഇത് നിന്റെ ഹൃദയം വരെ എത്തിയിരിക്കുന്നു. എൻ്റെ ഉദരം ഞാൻ പുളയുന്നു. എൻ്റെ ഹൃദയഭിത്തികൾ, എൻ്റെ ഹൃദയം മുരളുന്നു. എനിക്ക് നിശബ്ദനായിരിക്കാൻ കഴിയുന്നില്ല, കാരണം കാഹള ശബ്ദം ഞാൻ കേൾക്കുന്നു. എൻ്റെ ആത്മാവ് യുദ്ധാഹ്വാനവും. തകർച്ചയ്ക്ക് മേൽ തകർച്ച ഉണ്ടാകുന്നു. എന്തെന്നാൽ ദേശമെല്ലാം തകർക്കപ്പെടുന്നു. എൻ്റെ കൂടാരങ്ങൾ ഞൊടിയിടയിൽ തകർക്കപ്പെടുന്നു. ഒരു നിമിഷം കൊണ്ട് എൻ്റെ കൂടാരവിരികളും. എത്ര നാൾ ഞാൻ കൊടിയടയാളം കാണണം, കാഹളധ്വനി കേൾക്കണം? എന്തെന്നാൽ എൻ്റെ ജനം വിഡ്ഢികളാണ്. എന്നെ അവർ അറിയുന്നില്ല. അവർ ബുദ്ധിയില്ലാത്ത മക്കളാണ്. അവർ വിവേചിച്ചറിയുന്നില്ല. തിന്മ പ്രവർത്തിക്കാൻ അവർ സമർത്ഥരാണ്. നന്മ ചെയ്യാൻ അവർക്കറിഞ്ഞുകൂടാ. ഞാൻ ഭൂമിയെ നോക്കി, ഇതാ രൂപരഹിതവും ശൂന്യവും. ആകാശങ്ങളിലേക്കും ഞാൻ നോക്കി, അവയ്ക്ക് പ്രകാശം ഒട്ടുമില്ല. ഞാൻ പർവ്വതങ്ങളെ നോക്കി, ഇതാ അവ വിറയ്ക്കുന്നു. സകല കുന്നുകളും ഇളകുന്നു. ഞാൻ നോക്കി, ഇതാ ഒരു മനുഷ്യനുമില്ല. ആകാശത്തിലെ പക്ഷിജാലമെല്ലാം പറന്നുപോയിരിക്കുന്നു. ഞാൻ നോക്കി, ഇതാ മരുഭൂമിയായ ഫലോദ്യാനം. കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് അവിടുത്തെ ഉഗ്രകോപം മൂലം അവൻ്റെ പട്ടണങ്ങൾ ഇടിച്ചു തകർക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ദേശമെല്ലാം ഒരു നാശമായി ഭവിക്കും, എങ്കിലും ഞാൻ അത് പൂർണ്ണനാശമാക്കുകയില്ല. ഇതുമൂലം ഭൂമി വിലപിക്കും, മുകളിൽ ആകാശം ഇരുണ്ടുപോകും. ഞാൻ അത് പറഞ്ഞിരിക്കുന്നതിനാൽ ഞാൻ അത് തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ പരിതപിക്കുന്നില്ല, അതിൽ നിന്ന് പിന്മാറുകയുമില്ല. കുതിരപ്പടയാളിയുടെയും വില്ലാളിയുടെയും ശബ്ദത്താൽ നഗരമെല്ലാം പലായനം ചെയ്യുന്നു. അവർ കാട്ടിൽ പ്രവേശിക്കുന്നു, പാറകളിൽ കയറുന്നു. നഗരമെല്ലാം പരിത്യക്തമാകുന്നു, അവയിൽ വസിക്കുന്ന ഒരുവനുമില്ല. നശിപ്പിക്കപ്പെട്ടവളെ, നീ രക്താംബരം ധരിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ അണിയുകയും നിന്റെ കണ്ണുകൾ കൺമഷി കൊണ്ട് വലുതാക്കുകയും ചെയ്യുന്നത് എന്തിന്? നീ നിന്നെ തന്നെ വ്യർത്ഥത്തിനായി അലങ്കരിക്കുന്നു. നിന്നെ കാംക്ഷിക്കുന്നവർ നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. അവർ നിന്റെ ജീവൻ അന്വേഷിക്കും. ഗർഭിണിയുടേതുപോലുള്ള ഒരു ശബ്ദം ഞാൻ കേട്ടു, കടിഞ്ഞൂലിനെ പ്രസവിക്കുന്നവളുടേതുപോലുള്ള വേദന. സിയോൻ പുത്രിയുടെ ശബ്ദം. തൻ്റെ കരതലങ്ങൾ വിടർത്തി അവൾ കിതയ്ക്കുന്നു. എനിക്ക് ദുരിതം, കൊലപാതകികൾ നിമിത്തം എൻ്റെ ആത്മാവ് ഇതാ തളരുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം 14. അവർ ഇക്കോണിയത്തിൽ യഹൂദരുടെ സിനഗോഗിൽ പ്രവേശിച്ച് സംസാരിച്ചു. തൽഫലമായി യഹൂദരുടെയും ഗ്രീക്കുകാരുടെയും വലിയൊരു സംഘം വിശ്വസിച്ചു. വിശ്വസിക്കാതിരുന്ന യഹൂദർ സഹോദരർക്കെതിരായി ജനതകളെ ഇളക്കുകയും അവരുടെ മനസ്സ് വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. എങ്കിലും അവർ കുറെ കാലം അവിടെ താമസിച്ച് കർത്താവിന് വേണ്ടി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ കരങ്ങൾ വഴി സംഭവിക്കാൻ ഇടയാക്കിക്കൊണ്ട് അവൻ തൻ്റെ കൃപയുടെ വചനം സാക്ഷ്യപ്പെടുത്തി. എന്നാൽ നഗരത്തിലെ സംഘം ഭിന്നിച്ചു. ചിലർ യഹൂദരുടെ കൂടെയായിരുന്നു, വേറെ ചിലരാകട്ടെ
അപ്പസ്തോലന്മാരുടെ കൂടെയും. അവരെ കയ്യേറ്റം ചെയ്യാനും കല്ലെറിയാനും യഹൂദരുടെയും ജനതകളുടെയും അവരുടെ അധികാരികളുടെയും നീക്കമുണ്ടായി. ഇത് മനസ്സിലാക്കിയ അവർ ലിക്കവോനിയായിലെ നഗരങ്ങളായ ലിസ്ത്രായിലേക്കും ദെർബയിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും പലായനം ചെയ്തു. അവിടെ അവർ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു. ജന്മന മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. അവനെ സൂക്ഷിച്ചു നോക്കി രക്ഷിക്കപ്പെടാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് വലിയ സ്വരത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കാലിൽ നേരെ നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് കണ്ട് ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ സ്വരമുയർത്തി പറഞ്ഞു, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അവർ ബർണബാസിനെ സേവൂസ് എന്നും പൗലോസിനെ പ്രധാന ഭാഷകനായിരുന്നതിനാൽ ഹെർമസ് എന്നും വിളിച്ചു. നഗരത്തിനു മുന്നിലെ സേവൂസിന്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകൾ, പൂമാലകൾ എന്നിവ നഗര കവാടത്തിൽ കൊണ്ടുവന്ന് ജനക്കൂട്ടത്തോടൊത്ത് ബലിയർപ്പിക്കാൻ ആഗ്രഹിച്ചു. ഇത് കേട്ട് അപ്പസ്തോലന്മാരായ പൗലോസും ബർണബാസും വസ്ത്രം കീറിക്കൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് കുതിച്ചു ചെന്ന് വിളിച്ചു പറഞ്ഞു, ഹേ മാന്യരെ, നിങ്ങൾ ഈ ചെയ്യുന്നതെന്താണ്? ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. വ്യർത്ഥമായവയിൽ നിന്ന് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും സൃഷ്ടിച്ച ജീവിക്കുന്ന ദൈവത്തിലേക്ക് തിരിയണം എന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. കഴിഞ്ഞുപോയ തലമുറകളിൽ എല്ലാ ജനതകളെയും സ്വന്തം മാർഗങ്ങളിൽ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു. എങ്കിലും അവൻ തന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താതിരുന്നിട്ടില്ല. അവൻ നന്മ പ്രവർത്തിച്ചു. ഫലപുഷ്ടമായ കാലങ്ങളും ആകാശത്തു നിന്ന് മഴയും നിങ്ങൾക്ക് നൽകി. ആഹാരവും ആഹ്ലാദവും കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ നിറച്ചു. അവർ ഇപ്രകാരം പറഞ്ഞ് തങ്ങൾക്ക് ബലിയർപ്പിക്കുന്നതിൽ നിന്ന് ജനക്കൂട്ടത്തെ ഒരു വിധത്തിൽ പിന്തിരിപ്പിച്ചു. അന്ത്യോക്യായിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദർ ജനക്കൂട്ടത്തെ സ്വാധീനിച്ചു. അവർ പൗലോസിനെ കല്ലെറിയുകയും മരിച്ചുപോയെന്ന് കരുതി അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ശിഷ്യർ ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ചു. അടുത്ത ദിവസം ബർണബാസുമൊത്ത് അവൻ ദെർബയിലേക്ക് പോയി. ആ നഗരത്തിലും അവർ സുവിശേഷം അറിയിച്ച് അനേകരെ ശിഷ്യരാക്കി. അനന്തരം അവർ ലിസ്ത്രായിലേക്കും ഇക്കോണിയത്തിലേക്കും അന്ത്യോക്യായിലേക്കും തിരിച്ചുപോയി. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. അവർ സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ച് ഉപവാസത്തോടെ പ്രാർത്ഥിച്ച് അവരെ തങ്ങൾ വിശ്വസിച്ച കർത്താവിന് ഭരമേൽപ്പിച്ചു. പിന്നീട് അവർ പിസീദിയായിലൂടെ കടന്ന് പാംഫീലിയായിൽ എത്തി. പെർഗായിൽ വചനം പ്രസംഗിച്ച ശേഷം അവർ അത്താലിയായിലേക്ക് പോയി. അവിടെ നിന്ന് അന്ത്യോക്യായിലേക്ക് കപ്പൽ കയറി. അവിടെ വച്ചാണ് തങ്ങൾ പൂർത്തീകരിച്ച പ്രവൃത്തിക്കുള്ള ദൈവകൃപയ്ക്ക് അവർ ഏൽപ്പിക്കപ്പെട്ടത്. അവിടെ എത്തിയപ്പോൾ അവർ സഭ വിളിച്ചുകൂട്ടി തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചെന്നും ജനതകൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നു കൊടുത്തെന്നും വിശദീകരിച്ചു. പിന്നീട് കുറെ കാലം അവർ ശിഷ്യരോടൊത്ത് കഴിഞ്ഞു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ